മൂവി ആസ് ഓൾ നൈസ് മൂവിയാണ്. ഞാൻ ലാൽ ജൂനിയറിന് പ്രതീക്ഷിച്ച വൈബ് ആയിരുന്നില്ല കിട്ടിയത്. ഞാൻ കുറച്ചുകൂടി ലാൽ ജൂനിയറോട് എപ്പോഴും വൈബ് ആയിരിക്കും. ഇത് കുറച്ചുകൂടി ഇമോഷണലി കണക്ട് ആയ മൂവിയാണ്. കുറച്ച് സോളിഡ് സ്റ്റോറി ഉണ്ടായിരുന്നു. ആൻഡ് പെർഫോമൻസ് വൈസ് എല്ലാവരും അടിപൊളിയായിരുന്നു. ടോവിനോ, ഭാവന നൈസ് ആയിരുന്നു, ഈ നമ്മുടെ സൗബിൻ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അനുമേനോ ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ഒരു എക്സലന്റ് ക്യാമിയോ പോലെ. പുള്ളിക്കാരൻ നൈസായിട്ടായിരുന്നു ഇത്. രഞ്ജിത്ത് ഓൾസോ നൈസായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഈ മൂവിയുടെ ഫ്രെയിംസ് ഭയങ്കര കളർഫുള്ളാണ്. അതിന് കോസ്റ്റ്യൂം ഡിസൈനർ ഏക്ത, ഷീസ് ആണ് ഗ്രേറ്റ് ജോബ്. എടുത്തു പറയണം, ഏക്ത സൂപ്പറായിരുന്നു. ആ വൈബ്, രസം എല്ലാം അടിപൊളിയായിരുന്നു. ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ലൈഫ് അത് അപ്സ് ആൻഡ് ഡൗൺ. സിനിമ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് സൂപ്പർ സ്റ്റാറിൻ്റെ ലൈഫ് അപ്പ് ടു ഡൗൺ കാണിക്കണം. ഈഗോ, ആളുടെ പ്രശ്നങ്ങൾ, ഇത്. പക്ഷെ ഡ്രൈവിംഗ് ലൈസൻസിനെ പോലെ കുറേ പേര് റിയൽ ലൈഫ് ആൾക്കാർ ട്രോളൊന്നുമില്ല. ഡേവിഡ് പണിക്കർ പറഞ്ഞ ആളുടെ കാണിക്കുന്നത്. ചോദിച്ചോ ഇനി എന്താ പറയുള്ളത്? ലാൽ ജൂനിയറിന്റെ ഡിഫറെന്റ് വൈബായിരുന്നു. നമുക്ക് ഈ ഒരു എന്താ പറയുക, ഒരു ഇമോഷണൽ ഡെപ്ത് കൊടുത്ത, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ഫീൽ വരുന്ന ആൻഡ് സോളിഡ് സ്റ്റോറി ഉള്ള ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൻഡ് ലാൽ ജൂനിയർ ഹാസ് ഡൺ എ ഗുഡ് ജോബ്. എന്തായാലും ഹിറ്റ് ആയിരിക്കും. നല്ല മൂവിയാണ്, കേപ്പബിലിറ്റി ഉണ്ട്. ബാക്കി ആൾക്കാർ ഡിസൈഡ് ചെയ്യട്ടെ. ഓക്കെ, ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സിനിമ. നമ്മൾ ഈ ചില ആൾക്കാർ ഈ പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ വിചാരിക്കുവേ ഈ നമ്മളെ ഈ ഉദയനാട് താരം പോലത്തെ സിനിമകളായിരിക്കും. അങ്ങനെയല്ല, ഈ സിനിമാക്കാരുടെ സിനിമ പറയുന്നതല്ല ശരിക്കും സിനിമ. നമ്മൾ ഈ ഒരാളുടെ മെയിൻ നമ്മളൊരു വ്യക്തിത്വത്തിൻ്റെ പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ ഏതൊരു രീതിയിൽ ഏതൊരു മേഖലയിൽ പോകുമ്പോൾ നമ്മളൊരു വ്യക്തി ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവും സ്വന്തം. അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതിലായിരിക്കും നമ്മളുടെ ആ ഒരു ഫീൽഡിലുള്ള നമ്മുടെ ആ ഒരു നിലനിൽപ്പ് എന്നുള്ള രീതിയിലാണ്. കാരണം നല്ലൊരു പേഴ്സണാലിറ്റിക്ക് നല്ലൊരു നടനാകാൻ പറ്റും എന്ന രീതിയിലാണ് ടോവിനോ തോമസ് ചെയ്തേക്കുന്നത്. നന്നായി ചെയ്തു, നന്നായി. സലീംകുമാറിന്റെ മകൻ തന്നെ ചില സമയത്തൊക്കെ നമുക്ക് ചില സീനുകളൊക്കെ നമുക്ക് സലീംകുമാറിനെ കണ്ടായിരുന്നു. ആ സീനിൽ നമുക്ക് ആ ഒരു ഫേസിൽ നമുക്ക് സലീംകുമാറിനെ ഒരു പഴയൊരു സലീംകുമാറിനെ കണ്ട് നമുക്ക് ആ ഒരു ഫേസിൽ. അതുപോലെ തന്നെയാണ് സൗബിൻ ഷായൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. സൗബിൻ ഷാ ഇതുവരെ ചെയ്യാത്തൊരു പുതുമയുള്ള ക്യാരക്ടറാണ്. ബാലി വർഗീസ് ഒക്കെ നമുക്കറിയാം. കാരണം ബാലി വർഗീസ് ഒക്കെ വന്നപ്പം തന്നെ നല്ല പെർഫോമൻസ് ആയിരുന്നു. നന്നായി എല്ലാവരും. പടം എനിക്കൊരു ആവറേജ് ഫീൽ ആയിരുന്നു. ഒരു ഹൈ മൊമെന്റ്സ് ഒന്നുമില്ല പടത്തിൽ. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും പിന്നെ ഒട്ടും നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കാത്തൊരു കഥയാണ് പടത്തിൽ. ഒരു സൂപ്പർ സ്റ്റാറായ നായകൻ നല്ലൊരു മനുഷ്യനിലേക്കും നല്ലൊരു ആക്ടറിലേക്കും ഉള്ള ഒരു യാത്രയാണ് പടത്തിൻ്റെ മെയിൻ ഒരു പ്ലോട്ട്. അതിനിടയ്ക്ക് വേറെ സബ് പ്ലോട്ടോ വേറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസോ അങ്ങനെ ഒന്നുമില്ല. ഒരു ആക്ഷൻ സീൻസ് പോലും ഇല്ല. അതുകൊണ്ട് ഒരു തല്ലുമാല, ഡ്രൈവിംഗ് ലൈസൻസ് ആ ഒരു ലെവൽ പ്രതീക്ഷിച്ച് ആരെങ്കിലും പോവുകയാണെങ്കിൽ അവർക്കൊക്കെ വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല ഒട്ടും പടം. അതെ, പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ പടം വളരെ മികച്ചതാണ്. ടോവിനോ പറഞ്ഞല്ലോ, ഒരു മോശം ഒരു അഭിനേതാവിൽ നിന്ന് നല്ലൊരു ആക്ടറിലേക്കുള്ള യാത്രയാണ് പടത്തിൻ്റെ കൺസെപ്റ്റ് തന്നെ. അതുകൊണ്ട് തുടക്കം കാണുമ്പോൾ ടോവിനോ ഒട്ടും നമുക്ക് ഇമ്പ്രസീവായി ഫീൽ ചെയ്യില്ല. പക്ഷെ അവസാന ഭാഗങ്ങളിൽ ടോവിനോയുടെ ഒരു ആക്ടിങ് ഉണ്ട്, അതെല്ലാം വേറെ ലെവലാണ്. അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണ, സൗബിൻ, അനൂപ് മേനോൻ ഇവരെല്ലാം മികച്ചതായിട്ടും ചെയ്തിട്ടുണ്ട് പടം. പെർഫോമൻസ് വൈസ് നോക്കിയാലും ടെക്നിക്കൽ സൈഡ് നോക്കിയാലും പടം പെർഫെക്റ്റ് ആണ്. പക്ഷേ ഈ സ്ക്രീൻ പ്ലേ ആണ് പ്രശ്നം. ഒട്ടും ക്യാച്ചി അല്ല സ്ക്രീൻ പ്ലേ. നമ്മളെ പടം പിടിച്ചിരുത്തൂല അതിലേക്ക്.